ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹെയറിൽ ഒരു പരീക്ഷണം നടത്താൻ പോവാണ്. ഇതാണ് എൻ്റെ ഹെയർ അവസാനമായിട്ട് കാണുകയാണ്. അപ്പം നമുക്ക് പോവാം. ഇതാണ് ഹോമോ സാപ്പിയൻസ് ബ്യൂട്ടി പാർലർ. ഇത് കളമശ്ശേരി സൗത്തിൽ മെട്രോന് തൊട്ടടുത്ത് തന്നെയാണ്. മെട്രോ ഇറങ്ങി ജസ്റ്റ് ഒന്ന് നടന്നാൽ മതി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഹോമോ സാപ്പിയൻസ് ബ്യൂട്ടി പാർലർ. അതിവിശാലമായ പാർലറാണ്. നല്ല സൗകര്യമുണ്ട്. നമുക്ക് ഓടിച്ചാടി കളിക്കാനുള്ള വിശാലമായ ഒരു പാർലറാണ്. ഞാൻ ചെന്ന പാട് തന്നെ ഹെയർ വാഷ് ചെയ്തു. ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ ഓയിലെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ അമ്മയാണ് എനിക്ക് ചെറുപ്പത്തിൽ ലാസ്റ്റ് തലമുടി തുടച്ചു തന്നത്. അതിനുശേഷം പിന്നെ എവരാണ് തലമുടി തുടയ്ക്കുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. നല്ല ലോങ് ഹെയർ ആണ്, നല്ല തിക്നെസ് ഉള്ള നല്ല ഹെയർ ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയി നല്ല ഹെയർ ഫോൾ ഉണ്ട്. എൻ്റെ ഹെയർ എന്ന് പറയുന്നത് എണീറ്റ് നിന്ന് ടാറ്റ പറയും. പറഞ്ഞാൽ കേൾക്കില്ല, അടങ്ങി ഒതുങ്ങി കിടക്കാത്ത ഒരു ഹെയർ ആണ്. അപ്പം ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം അപ്പം തന്നെ നല്ല സിൽക്കി പോലെ ആയി. അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് മുടി. എന്നിട്ട് കുറച്ച് കട്ട് ചെയ്തു. നിങ്ങൾ കാണുന്ന ഇതേപോലെ കുറച്ചെല്ലാം ഒന്ന് ട്രിം ചെയ്തതിന് ശേഷം പിന്നെയാണ് ഇവരുടെ പണി തുടങ്ങാൻ പോകുന്നത്. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ, അതെടുത്ത് പറയണം. അവർ നന്നായിട്ട് എനിക്ക് ചെയ്തു തന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്തു തന്നു. ആഫ്റ്റർ കെയർ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നന്നായിട്ട് പറഞ്ഞു തന്നു. അവിടെ പാട്ടിട്ടിരിക്കുമ്പം അതിനർത്ഥം ഒന്ന് താളം പിടിക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ അവരുടെ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓരോ ലെയറായി എടുത്തിട്ട് അതിൽ ക്രീം ആപ്ലിക്കേഷനാണ് ഫസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ സ്മൂത്തനിങ് ചെയ്യുന്നത് പോലെയോ ഒന്നുമല്ല. പിന്നെ വേഗം കഴിയുമെന്ന് പറയുമ്പം കുറേ സമയം, മണിക്കൂറുകൾ പിടിച്ചു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെയറിൽ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. നമ്മൾ റൂട്ടിലൊന്നും ടച്ച് ചെയ്യാതെ ഹെയറിൽ മാത്രം നന്നായിട്ട് പിടിപ്പിച്ച് പിന്നെ ബ്ലോ ഡ്രൈ വെച്ചിട്ട് നന്നായിട്ട് ഹെയറിലേക്ക് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ചെയ്തിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കുറച്ച് സമയം, ഒരു 45 മിനിറ്റ്സ് ഇങ്ങനെ ഞാൻ ഇരുന്നു. അതിനാണ് കുറേ ടൈം എടുത്തത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ജ്യൂസും കോഫിയും ഒക്കെ കൊണ്ട് തന്നു കേട്ടോ. എന്നിട്ട് ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം പിന്നെ അവർ ചെയ്യാൻ പോകുന്നത് അയണിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് അയൺ ചെയ്യാൻ പോവുകയാണ്. അയൺ ഇതേപോലെ ഒരു 4-5 ടൈംസ് ഇങ്ങനെ നന്നായിട്ട് മുടിയിലേക്ക് അയൺ ചെയ്യും. അപ്പോഴാണ് നമ്മളിതിൽ പിടിച്ചിരിക്കുന്ന ക്രീമൊക്കെ നന്നായിട്ട് മുടിയിൽ പിടിക്കുക. ഈ അയൺ ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് തൊട്ട് നോക്കുമ്പം ഒരു വടി പോലെ ഇരിക്കും നമ്മുടെ ഹെയർ. അപ്പോൾ നന്നായിട്ട് അയണും ചെയ്ത് ഇങ്ങനെയാണ് നമ്മുടെ മുടി ഇരിക്കുക. എൻ്റെ മുടി ഇപ്പോഴേ എണീറ്റ് നിൽക്കുവാണ്. നന്നായിട്ട് ബേബി ഹെയർസൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അതെല്ലാം എണീറ്റ് നിന്ന് അവരോട് ടാറ്റ പറയുകയാണ്. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ നന്നായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. കണ്ടോ? ഇനി ഹെയർ വാഷ് ഒന്നും കൂടി ചെയ്യാണ്. ഫസ്റ്റ് ഒരു ഹെയർ വാഷ്, പിന്നെ ഈ ക്രീം ഇട്ടതിന് ശേഷം അയൺ ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഹെയർ വാഷ് ചെയ്യും. ഹെയർ വാഷ് ചെയ്ത് നന്നായിട്ട് ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷം, ബ്ലോ ഡ്രൈ ചെയ്യുന്നതിന് മുന്നേ സിറം ഒന്ന് അപ്ലൈ ചെയ്യും. സിറം ഒന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവരിവിടെ ഉപയോഗിച്ച അതേ പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ വീട്ടിലും യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒന്ന് സ്പാ ചെയ്യുക. ഒരു 6 മന്ത് കഴിയുമ്പോൾ ഒന്ന് റൂട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുത്താൽ ഇതേപോലെ തന്നെ മുടി ഇരിക്കുകയും ചെയ്യും. എനിക്കിത് ചെയ്തിട്ട് ഇപ്പോൾ 2-3 ദിവസമായി, 3-4 ദിവസമായി കേട്ടോ. അതിനുശേഷമാണ് ഞാൻ ഇതിൻ്റെ വോയിസ് എടുക്കുന്നത്. ഒരു മുടി പോലും പോയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ എൻ്റെ മുടിയും ഇങ്ങനെ പൊഴിഞ്ഞ് ഞാൻ എന്ത് തൊട്ടാലും എവിടെ പോയാലും ഒരു സൈഡായിട്ട് അവിടെ മുടിയും കാണും. എന്തായാലും ഇത് ചെയ്തതിന് ശേഷം ഹെയർ ഫോളൊന്നും എനിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പിന്നെ കുറേ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ പറയാം. ഇതാണ് ഫൈനൽ. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിൽ മുടിയില്ലാത്തൊരു ഫീലൊക്കെയാണ് എനിക്ക് വന്നത്. നമ്മൾ മുടി അഴിച്ചിട്ടാൽ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ, പക്ഷേ ഇത് ചെയ്തതിന് ശേഷം അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും എനിക്കില്ല. എൻ്റെ തലയിൽ മുട്ട അടിച്ച പോലെ എൻ്റെ മുടിയൊന്നും ഇല്ലാത്തൊരു ഫീൽ എനിക്ക്. പിരുത്തിട്ട് നടക്കുമ്പോൾ തന്നെ നല്ല ഒരു സുഖമുണ്ട്. ഹെയർ ഇങ്ങനെ പിരുത്തിട്ട് ഇടുമ്പോൾ ഉള്ള ഒരു ഡിസ്റ്റർബൻസ് അങ്ങനത്തെ ഒന്നുമില്ല. 2-3 ദിവസം മുടി കെട്ടി വയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം അവർ പറയുന്നത് പോലെ അതേപോലെ കെയർ ചെയ്താൽ മുടി ഇതുപോലെ തന്നെ ഇരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുത്തിരിക്കാം. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എനിക്ക് അവർ ചെയ്തു തന്നു. ഇവിടെ കുറേ ഓഫേഴ്സൊക്കെ ഉണ്ട്. ഇവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിനുള്ള ഓഫേഴ്സൊക്കെ കിട്ടും. അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അനുവാണ് എനിക്ക് ചെയ്തു തന്നത്. പിന്നെ അനുവിൻ്റെ കൂടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും ഹാപ്പി, അവരും ഹാപ്പി. അപ്പം നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ ഇവിടെ പോവാം.